നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ പഠനത്തിൻ്റെ സമയം അല്പം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. അതായത് രാവിലെ 9:45 മുതൽ വൈകുന്നേരം 4:15 വരെ, രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതം മൊത്തത്തിൽ അരമണിക്കൂർ സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. അതായത് 30 മിനിറ്റ് സമയം വർദ്ധിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുമോ? നിലവിൽ 30 മിനിറ്റിൻ്റെ കുറവുള്ളത് കൊണ്ടാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ക്വാളിറ്റി ഇല്ലാതെ പോയത്? ആഗോളതലത്തിൽ ഏറ്റവും ഉന്നത നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഫിൻലാൻഡ്, ജപ്പാൻ, സിംഗപ്പൂർ, കൊറിയ, കാനഡ, നെതർലാൻഡ്, ചൈന, US, UK, നോർവേ, സ്വിറ്റ്സർലാൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്. അവയോട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിൻ്റെ പോരായ്മയാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യ തകർച്ചയ്ക്ക് കാരണം എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്കൂൾ പഠനത്തിൻ്റെ സമയമാറ്റത്തെ സംബന്ധിച്ച് വിമർശനാത്മകമായി സമീപിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ രാവിലെയുള്ള മദ്രസ പഠനത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. കേവലം സമയം വർദ്ധിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തിന് ക്വാളിറ്റി കൂടുകയില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കുട്ടികളുടെ ലോകം എന്നുള്ളത് കലാലയം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഒരു സമയ പുനഃക്രമീകരണത്തിനപ്പുറം നിരവധി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാനും പഠിക്കാനും വേണമെങ്കിൽ ഞാൻ ആദ്യം വിവരിച്ച രാജ്യങ്ങളിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അവരുടെ സിലബസിൻ്റെ ക്വാളിറ്റി എത്രത്തോളമുണ്ട്, അവരുടെ പഠന രീതി, അധ്യയന രീതി എങ്ങനെയാണ്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളമുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാതെ പഠന വിധേയമാക്കാതെ കേവലം സമയം അധികരിപ്പിച്ചാൽ മാത്രം വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് തനി വ്യാജമാണ്, മിഥ്യയാണ്. കേവലം GDP-യിൽ മാത്രം 4-ാം സ്ഥാനത്തോ 5-ാം സ്ഥാനത്തോ നമ്മുടെ ഭാരതം ഉണ്ടെങ്കിലും GDP പെർ ക്യാപിറ്റയിൽ പോലും നമ്മുടെ രാജ്യം വളരെ ദയനീയമായ പരാജയത്തിലാണ്. അതുപോലെ ലോക നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ റാങ്കിങ് നോക്കിയാൽ അക്കാര്യത്തിലും നമ്മുടെ രാജ്യം വളരെ ബാക്കിലാണ്. എത്രത്തോളം എന്നാൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പോലും, അതായത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് പ്രകാരം നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളരെ പിറകിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ സിലബസ് നോക്കിയാൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആകട്ടെ, അതുപോലെ സെൻട്രൽ സിലബസുകളാവുന്ന CBSE, ICSE പോലെയുള്ള സിലബസുകളാകട്ടെ, അതൊന്നും ലോക നിലവാരമുള്ളൊരു സിലബസായിട്ട് പരിഗണിക്കാൻ കൊള്ളുന്നതല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ നല്ല നിലവാരമുള്ള സിലബസുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സിലബസ് ലോക രാജ്യങ്ങൾക്ക് ആവശ്യമില്ല. ഉദാഹരണമായിട്ട് സ്വിറ്റ്സർലാൻഡിൻ്റെ IB എന്ന സിലബസ് ഉണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച സ്കൂൾ സിലബസാണ് IB. നിരവധി രാജ്യങ്ങൾ ആ സിലബസ് പ്രകാരം സ്കൂൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ പോലും നിരവധി IB സ്കൂളുകളുണ്ട്. അതിലൊക്കെ പഠിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുപോലെ UK-യുടെ IGCSE എന്ന സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരവും ലോകത്ത് നിരവധി സ്കൂളുകളുണ്ട് ആഗോളതലത്തിൽ. അവയൊക്കെ അതാത് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അതിലും പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്കൂൾ സിലബസ്, നമ്മുടെ CBSE ആകട്ടെ, മറ്റേത് കേന്ദ്ര സിലബസ് ആകട്ടെ, അതൊന്നും വിദേശ രാജ്യങ്ങൾക്ക് ആവശ്യമില്ല. ഇനി വിദേശ രാജ്യങ്ങളിൽ അത്തരം സിലബസ് പരിഗണിച്ചുകൊണ്ടുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതായത് ഇന്ത്യയിൽ നിന്ന് അത്തരം വിദേശ രാജ്യങ്ങളിൽ കുടിയേറി താമസിക്കുന്നവരുടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവയാണ്. അല്ലാതെ യൂറോപ്പുകാരോ അമേരിക്കക്കാരോ ഒന്നും തന്നെ നമ്മുടെ CBSE പരിഗണിച്ചുകൊണ്ടുള്ള അത്തരം സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അവരുടെ രാജ്യത്ത് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നാം സമയം ദൈർഘ്യം കൂട്ടുകയല്ല വേണ്ടത്,
പകരം ക്വാളിറ്റിയുള്ള സിലബസ് രൂപീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്, വിദേശ രാജ്യങ്ങളിലുള്ള പോലെ, അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമാകേണ്ടതുണ്ട്. അതിന് സർക്കാർ തന്നെ മുന്നിട്ട് വരണം. അത് ഏതെങ്കിലും പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് സ്കൂളിൽ ആയാൽ പോരാ. അതായത് പബ്ലിക് സ്കൂളുകൾ തന്നെ ആ നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. മറ്റൊന്ന്, പഠന രീതിയും അധ്യയന രീതിയും ലോക നിലവാരത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. ഓരോ സ്റ്റാൻഡേർഡിലും ഗ്രേഡിലും വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവർക്ക് ഫ്യൂച്ചറിൽ ഏത് വിഭാഗത്തോടാണ് താല്പര്യമെന്ന് മനസ്സിലാക്കി അത്തരം ദിശകളിലേക്ക് കുട്ടികളെ തിരിക്കുന്ന വിധത്തിലുള്ള പഠന രീതിയാണ് വേണ്ടത്. ഇതൊന്നും ചെയ്യാനാകാതെ കേവലം എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് എന്ന പേരിൽ ഒരു 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും അങ്ങ് വർദ്ധിപ്പിച്ചാൽ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും തന്നെ പ്രത്യാശപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റൊരു വിഷയമാണ് മൂല്യനിർണ്ണയ രീതി. ആ വിഷയത്തിലും നമ്മുടെ ഭാരതീയ രീതി ശരിയല്ല. അക്കാര്യത്തിൽ നാം ഫോളോ ചെയ്യേണ്ടത് ഫിൻലാൻഡ്, സിംഗപ്പൂര്, അതുപോലെ UK, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ തികച്ചും ഒരു ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുക. ഒരുപക്ഷെ സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം രാവിലെ 9 മണിക്കൊക്കെ തുടങ്ങുന്ന വിദ്യാലയങ്ങളാണ് ലോകരാജ്യങ്ങളിൽ വ്യാപകമായി കാണുന്നത്. അത് വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന ചൈന പോലെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ എവിടെ പരിശോധിച്ചാലും 8:30 മണിക്കും 9 മണിക്കും ഒക്കെയാണ് അവിടെയൊക്കെ സ്കൂൾ ആരംഭിക്കുന്നത്. അതുപോലെ അവസാനിക്കുന്നത് പല ഇടങ്ങളിലും 2:30, 3 മണി, 4 മണി എന്നിങ്ങനെ പല സമയ വ്യത്യാസങ്ങളും പലയിടത്തുമുണ്ട്. അതുകൊണ്ട് ഞാൻ സമയമാറ്റത്തിന് എതിരല്ല. പക്ഷേ ഈ കേവല സമയം മാറ്റം കൊണ്ട് മാത്രം ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നേടാനാകില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, സിലബസ് നവീകരിക്കുക, അതുപോലെ പഠന രീതി മെച്ചപ്പെടുത്തുക, മൂല്യനിർണ്ണയ രീതി മാറ്റം വരുത്തുക എന്നിങ്ങനെ ആഗോള നിലവാരത്തിലേക്ക് അത്തരം കാര്യങ്ങളെല്ലാം ഉയർത്തിയ ശേഷം മാത്രമാണ് ഈ സമയമാറ്റത്തെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ആലോചിക്കേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിൽ പിന്നെ സമയമാറ്റം ചെയ്യുന്നതിന് ഞാനെതിരല്ല. കാരണം 9:45 മുതൽ ഉയർന്ന ക്ലാസ്സുകൾക്ക് ആരംഭം തുടങ്ങുന്നത്, അതായത് ഹൈസ്കൂൾ 9:45 തുടക്കം കുറിക്കുന്നത് തീർത്തും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവരുടെ മദ്രസ പഠനത്തിന് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നുള്ളതാണ്. അതിനുള്ള പരിഹാരം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മദ്രസ സംവിധാനം മിക്ക സ്ഥലങ്ങളിലും രാവിലെയും വൈകുന്നേരം 6 മണിക്ക് ശേഷവുമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 9 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ മദ്രസ പഠനം നൽകാവുന്നതാണ്. അതുപോലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷവും മദ്രസ പഠനം നടത്താവുന്നതാണ്. ഇത്തരം സംവിധാനം മിക്ക സ്ഥലങ്ങളിലും പതിവുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ സമയമാറ്റം കൊണ്ട് മദ്രസ പഠനത്തെ ദൂഷ്യമായി ബാധിക്കുകയൊന്നുമില്ല. ഞാൻ ദീർഘകാലം ബാംഗ്ലൂർ നഗരത്തിൽ ജോലി ചെയ്തവനാണ്. അവിടെ 8 മണിക്കും 8:30-നും 9 മണിക്കുമൊക്കെ തുടങ്ങുന്ന സ്കൂളുകളാണ് ഭൂരിഭാഗവും. പക്ഷേ അവിടെയുള്ള കേരളീയ വിദ്യാർത്ഥികൾ, കുടുംബപരമായി താമസിക്കുന്ന കേരളീയ വിദ്യാർത്ഥികൾ സമസ്തയുടെ മദ്രസ പഠിക്കുന്നുണ്ട്. അവിടെയും നിരവധി മദ്രസകളുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് അവിടെ മിക്കയിടങ്ങളിലും മദ്രസ സമയം. അപ്പോൾ സ്കൂൾ സമയത്തിനനുസരിച്ച് മദ്രസ സമയത്തെ പുനഃക്രമീകരിക്കാൻ നാം തയ്യാറാവുകയാണ് വേണ്ടത്. കാരണം മുസ്ലിങ്ങളുടെ മദ്രസ പഠനം ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകമാണ്. അതെന്തെന്ന് വെച്ചാൽ ധാർമ്മിക ബോധമുള്ള യുവതലമുറ മുസ്ലിങ്ങളിലാണ് കൂടുതലുള്ളത്. മദ്രസ കൊണ്ടുള്ള പോസിറ്റീവായ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിങ്ങൾ എവിടെയാണോ ഭൂരിപക്ഷമുള്ളത് അവിടെയൊക്കെ ഈ വൃദ്ധസദനങ്ങൾ അഥവാ ഓൾഡ് ഏജ് ഹോമുകൾ വളരെ വിരളമാണ്. അതായത്
വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങളെപ്പോലെ താല്പര്യമുള്ളവർ മറ്റൊരു വിഭാഗവുമില്ല. ഈ ഒരു മനോഭാവം, ഈ ഒരു പരിഗണന മുസ്ലിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഈ മദ്രസ പഠനം കൊണ്ട് തന്നെയാണ്, അവരുടെ ധാർമ്മിക വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ സമയമാറ്റം കൊണ്ട് മദ്രസ പഠനം നഷ്ടപ്പെടരുത്. എന്നാൽ വളരെ ദുഃഖത്തോടു കൂടി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അവസാനമായി. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് വ്യാപകമായി കാണുന്ന ഒരു പരാതിയാണ്, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാന പരാതിയാണ്, നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ വേണ്ട പോലെ പാഠഭാഗങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നില്ല. പകരം ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് അങ്ങ് കടക്കുകയാണ്. അങ്ങനെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 100% വിദ്യാർത്ഥികളും ട്യൂഷൻ സെൻ്ററുകളെ അവലംബിക്കേണ്ട ഒരു ദുർഗതിയിലാണ്. സ്കൂളിലെ പ്രയാസമേറിയ ഗണിതം, സയൻസ് വിഷയങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് പഠിപ്പിച്ച് തന്നേക്കും, ഇവിടെ അത്രയേ സമയമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ടീച്ചേഴ്സ് പാഠഭാഗങ്ങൾ വേണ്ട പോലെ പഠിപ്പിക്കാതെ വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്ക് അടുത്തായി നിരവധി ട്യൂഷൻ കേന്ദ്രങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് ഒരു വിദ്യാഭ്യാസ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും പരിഹാരം കാണാതെ കേവലം സമയം ദീർഘിപ്പിച്ചുകൊണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന ഈ പ്രത്യാശ സത്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോക്കാം. നമ്മുടെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 90% ഏതെങ്കിലും ഒരു ട്യൂഷൻ കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും യോഗ്യതയുള്ള ഈ PSCയും മറ്റു പരീക്ഷകളും ഒക്കെ എഴുതി ഗവൺമെൻറ് സർവീസിൽ കയറിയ ഈ മികച്ച അധ്യാപികമാർ പിന്നെ എന്തിനാണ്? അപ്പോൾ നിലവിലുള്ള നമ്മുടെ സ്കൂൾ സിലബസ് പോലും വേണ്ട പോലെ പഠിപ്പിച്ച് തീർക്കാൻ സമയം ഇല്ലാത്ത നമ്മുടെ ഈ അധ്യാപികമാർ ഇവർക്ക് മുന്നിൽ നമ്മുടെ നോർവേ, അതുപോലെ ചൈന, UK പോലെയുള്ള രാജ്യങ്ങൾക്ക് കിടപിടിക്കുന്ന ലോക നിലവാരമുള്ള സിലബസ് നമ്മുടെ രാജ്യത്തും കൊണ്ടുവന്നാൽ ഇവരത് എങ്ങനെ പഠിപ്പിച്ചു തീർക്കും? അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വിദ്യാർത്ഥിനികളെ, മക്കളെ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് അയക്കുകയാണോ ചെയ്യേണ്ടത്, അതോ കേവലം ട്യൂഷൻ കേന്ദ്രങ്ങളിലേക്ക് മാത്രം അയക്കുകയാണോ വേണ്ടത് എന്ന് ആലോചിക്കുക. കുട്ടികൾ ഏറ്റവും ലഹരിക്ക് അടിമപ്പെടുന്നതും മറ്റു അശ്ലീല കാര്യങ്ങളിൽ പെട്ടുപോകുന്നതുമൊക്കെ ഈ ട്യൂഷൻ കേന്ദ്രങ്ങളിൽ മുഖേനയാണ്. ഇത്തരം കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമുള്ളത്. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ നമ്മുടെ അധ്യാപികമാരും തന്നെ നൽകണം. ആ ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുകയല്ല വേണ്ടത്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കെട്ടിടങ്ങൾ, ഇത്രയും വലിയ സൗകര്യങ്ങൾ? നമ്മുടെ മികവിൻ്റെ കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളൊക്കെ പിന്നെ എന്തിനാണ്? അതുകൊണ്ട് സമയം മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സർക്കാർ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, സിലബസ്, പഠന രീതി, മൂല്യനിർണ്ണയ രീതി എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. അതുപോലെ അവസാനമായി ട്യൂഷൻ കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏത് മത്സര പരീക്ഷകളെയും നേരിടാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ ലഭ്യമാകണം.